RSS അവരുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണ്. RSSൻ്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ അവരുടെ പങ്കില്ലായ്മയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഇவ்விதമാക്കിയതിനെക്കുറിച്ചുമൊക്കെ പലവിധ ചർച്ചകൾ പലയിടത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് RSS നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് എന്നാണ്. അതിന് കാരണമായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നേരിടുന്ന ഒരു ആരോപണം അവർ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കോൺഗ്രസിൽ നിന്നാണ് ഇത്രയും ശക്തമായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. അജിംസ്, RSSനെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ ഈ കാലത്ത് എത്രത്തോളം പ്രസക്തമാണ് ആ ഒരു പ്രസ്താവനയ്ക്ക്? ഈ കോടതി കഴിഞ്ഞിട്ട് വാദം തുടരുക എന്ന് കേട്ടിട്ടില്ല. കോടതി പിരിഞ്ഞു, പിന്നെയും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക്കീലിൻ്റെ അവസ്ഥയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അതായത് RSS നിരോധിക്കപ്പെട്ടിട്ടുണ്ട് മുമ്പ്, ഗാന്ധിവാദത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, ബാബരി മസ്ജിദ് ഡെമോളിഷന് ശേഷം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിരോധിച്ചതെല്ലാം കോൺഗ്രസ് സർക്കാരുകളായിരുന്നു. അപ്പോൾ ആ നിരോധനം പിന്നീട് നീക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ RSS നിരോധിക്കപ്പെടേണ്ട സംഘടനയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് തോന്നുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെക്ക് തോന്നുന്നുണ്ട്. എല്ലാ കോൺഗ്രസ്സുകാർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. മല്ലികാർജ്ജുൻ ഖാർഗെ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെന്നാണ് പറയുന്നത്. പാർട്ടിയുടെ അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അഭിപ്രായമായിട്ടല്ല അത് പറയുന്നത്, കോൺഗ്രസ് അധ്യക്ഷനായിട്ടുമല്ല പറയുന്നത്, വ്യക്തിപരമായിട്ട് അഭിപ്രായം. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം ഒരു അംബേദ്കറായിട്ടാണ്. അംബേദ്കർ ഐഡിയോളജിയിൽ നിന്നിട്ട് RSSനെ നോക്കുമ്പോൾ RSS നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് അദ്ദേഹത്തിന് തോന്നാം. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്കും ആ തോന്നലുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അത് നിരോധിക്കണമെന്നൊന്നും പരസ്യമായിട്ട് ആവശ്യപ്പെടണമെന്നില്ല. കാരണം നെഹ്റുവിനെ പോലെ ഒരു ഡെമോക്രാറ്റാണ് ഗാന്ധി. നമുക്കറിയാം, ആദ്യത്തെ മന്ത്രിസഭയിൽ നെഹ്റു പ്രധാനമന്ത്രി ആദ്യ മന്ത്രിസഭയിൽ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാവാൻ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതൊരു നാഷണൽ യൂണിറ്റി ക്യാബിനറ്റ് വേണം, എല്ലാവരും അതിൽ വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ കോൺഗ്രസ് RSSനോട് സ്വീകരിച്ചിട്ടുള്ള പല കാലങ്ങളിലെ സമീപനം RSSനെ വളർത്തുകയും കോൺഗ്രസിനെ തളർത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് RSSനെ നിരോധിച്ചു. പക്ഷേ RSS എന്താണ് ചെയ്തത്? ഇന്ദിരാഗാന്ധിയുമായിട്ട് ലേസൺ ഉണ്ടാക്കുകയും ജയിലിലടയ്ക്കപ്പെട്ട നേതാക്കളെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടി ഇന്ദിരയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബംഗ്ലാ വിമോചന കാലത്ത് ഇന്ദിരാഗാന്ധിയെ ദുർഗയായിട്ട് പ്രതിഷ്ഠിച്ചു. ഒരു അഭിനവ ദുർഗ എന്നാണ് ഇന്ദിരാഗാന്ധി വിളിച്ചത്. അപ്പോൾ ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ അതിൽ അഭിരമിച്ചിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി കുറേ കൂടി ബുദ്ധിമതിയായ ഒരു രാഷ്ട്രീയക്കാരിയായിരുന്നുകൊണ്ട് RSS എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരോട് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തും അതിന് ശേഷവും RSSനെ കുറിച്ച് നല്ല ധാരണ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ 80-82 കാലത്ത് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് RSSുമായി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി രാജീവ് ഗാന്ധി ഉപദേശിച്ചതും ഇതേ ഇന്ദിരാഗാന്ധിയാണ്. പക്ഷേ രാജീവ് ഗാന്ധിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, RSS ഒരു ഡബിൾ എഡ്ജഡ് സോഡാണ്, ഇരുതല മൂർച്ചയുള്ള വാളാണ്, അതിൻ്റെ പിടിയിൽ മാത്രമേ പിടിക്കാവൂ. ആ പറയുന്നൊരു പ്രാഗ്മാറ്റിസം ഉണ്ട്. അവരെ ഉപയോഗപ്പെടുത്തുക മാത്രമേ ചെയ്യാവൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സിഖ് വിരുദ്ധ കലാപം ഉണ്ടാകുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം. ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികമാണ്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനവും കൂടിയാണ്, രണ്ടും ഒരുമിച്ചാണെന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം സിഖ് കലാപം നടക്കുകയാണ്. ഈ സിഖ് കലാപകാലത്ത് RSSൻ്റെ പൊസിഷൻ ആരോടൊപ്പമായിരുന്നു? അത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. ആ സിഖ് വിരുദ്ധ കലാപത്തെ RSS ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുകയുണ്ടായില്ലെന്ന് മാത്രമല്ല, സിഖ് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ഐഡിയോളജിയെ വിമർശിച്ചുകൊണ്ട് RSS മുഖപത്രങ്ങളിൽ ലേഖനം എഴുതിയിരുന്നു, ലഘുലേഖകൾ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇന്ന് പറയുന്ന അതേ ടോണിൽ തന്നെ സിഖുകാർ മര്യാദയ്ക്ക് ഇരിക്കണം, പ്രശ്നം ഉണ്ടാക്കരുതെന്നുള്ള ടോണിലായിരുന്നു അവരുടെ ലേഖനങ്ങളെല്ലാം. തൊട്ടുടനെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റിൽ വിജയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അത്രയും സീറ്റ് കിട്ടി എന്നുള്ള അത്ഭുതം, അത് പല മാധ്യമപ്രവർത്തകരും അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. റഷീദ് കിദ്വായി മുതലുള്ള കുറേ അധികം പേര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, 24 അക്ബർ റോഡ് പോലുള്ള പുസ്തകങ്ങൾ. അതിൽ പറയുന്ന കൃത്യമായ കാര്യം, രാജീവ് ഗാന്ധി 80കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ തന്നെ RSSുമായിട്ടുള്ള ടോക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കിനെതിരെ കോൺഗ്രസ്സിൽ ശബ്ദിച്ച ഒരേ ഒരാൾ സോണിയാഗാന്ധിയാണ്. അന്ന് സോണിയാഗാന്ധി പാർട്ടിയിലില്ല. രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്ന നിലയിൽ അവർ വീടിനകത്ത് അതിനെതിരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇത് പൊളിറ്റിക്സാണ്, വീട്ടുകാരിയല്ല, പൊളിറ്റിക്സാണെന്ന് പറഞ്ഞിട്ട് സോണിയയുടെ വാടപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഗ്പൂരിൽ നിന്ന് പ്രതിനിധികൾ ഡൽഹിയിൽ വന്ന് രാജീവ് ഗാന്ധിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്.
സർസംഘചാലക് നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ബാലാസാഹിബ് ദേവറസാണ് സർസംഘചാലക് രാജീവ് ഗാന്ധിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് നോക്കുക, അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വിജയിച്ച കോൺഗ്രസ് പാർട്ടിക്ക് RSS കൊടുത്ത വാഗ്ദാനം ഇനിയും കോൺഗ്രസിനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ആ പിന്തുണയ്ക്ക് പകരമായി നിങ്ങൾ ചെയ്തു തരേണ്ടത് രാമജന്മഭൂമിയിൽ ശിലാന്യാസത്തെ അനുവദിക്കുക. ഇനി നമ്മൾ ആ 80s ഒരു ക്രോണോളജി നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്താണ് ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിന് അനുകൂലമായിട്ടുള്ള സർക്കാർ അനുകൂല നിലപാടുണ്ടാകുന്നത്. ശിലാന്യാസം അനുവദിച്ചെന്ന് മാത്രമല്ല, രാമായണം സീരിയൽ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് വരികയാണ്. അപ്പോൾ രാമജന്മഭൂമി ഒരു വശത്തുണ്ടാകുന്നു, ഒരു വശത്ത് ടെലിവിഷൻ വ്യാപകമാകുന്നു, ഇന്ത്യയിൽ ലോകകപ്പ് നേടിയതിനു ശേഷം രാമായണം സീരിയൽ വരുന്നു, ഇതെല്ലാം ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അതിന് രാജീവ് ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ഏത് സമയത്താണ് RSS കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ശിലാന്യാസം അനുവദിച്ചതോടുകൂടി മറ്റ് മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളിൽ നിന്നും അതുപോലെ സെക്യുലർ സൊസൈറ്റിയിൽ നിന്നും അതിശക്തമായ എതിർപ്പ് രാജീവ് ഗാന്ധിക്കെതിരെ ഉണ്ടായപ്പോൾ അത് തിരിച്ചടിക്കുമെന്ന് ഭയന്ന് അവിടെ ഒരു അമ്പലം പണിയാനുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയില്ല രാജീവ് ഗാന്ധി. അതാണ് അവിടെ പൊളിഞ്ഞത്. പിന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് പിന്നുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അതിനുശേഷം ബാബരി മസ്ജിദ് തകർന്നതോടുകൂടി കോൺഗ്രസ് ഇല്ലാതാവുകയാണ് ചെയ്തത്. കോൺഗ്രസ് ദുർബലമാവുന്നു. ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ബീഹാർ, UP പോലുള്ള, മധ്യപ്രദേശ് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് ആണ് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. ബീഹാറിലും UPയിലൊക്കെ കോൺഗ്രസ് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നിട്ടാണ് RSS നിരോധിക്കപ്പെടേണ്ട സംഘടനയാണെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത്. RSS നിരോധിക്കുകയാണോ വേണ്ടത്, അതല്ല കോൺഗ്രസ്സിനകത്ത് ഇനിയും RSS അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണോ വേണ്ടതെന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖർഗെ അടിയന്തരമായി പരിഗണിക്കേണ്ട കാര്യം. കാരണം കഴിഞ്ഞ വർഷം ഗുജറാത്തിൽ കോൺഗ്രസ്സുകാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പൊന്നും ജയിക്കണ്ട, നിങ്ങൾ ആ പണി എടുക്കണ്ട, തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്കകത്തുള്ള RSSകാരെ നിങ്ങൾ കണ്ടെത്തി പുറത്താക്കുക. ഇതാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം, പരസ്യമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതിനർത്ഥം ഇനിയും RSS മനസ്സുള്ള ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. കാരണം RSSകാരനായിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. കാരണം RSSൽ മെമ്പർഷിപ്പ് ഇല്ല. ഒരാൾ RSSകാരനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇനി ശാഖയെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. കാരണം ഡബിൾ മെമ്പർഷിപ്പേ കോൺഗ്രസ് ഭരണഘടന നിഷേധിക്കുന്നുള്ളൂ. വേറൊരു രസകരമായ കാര്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു RSSകാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു RSSകാരനാണ്. അദ്ദേഹം ബോംബെയിൽ INTUC നേതാവായിരുന്നു പറഞ്ഞാലും വിശ്വസിക്കൂ. 2009 അദ്ദേഹം ആദ്യമായി BJPയുടെ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുമ്പോൾ അന്നും പത്രങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. പത്രങ്ങളുടെ തലക്കെട്ടതാണ്, നിതിൻ ഗഡ്കരി ആരും അറിയില്ല എന്ന്. ആ പേര് പോലും ആരും കേട്ടിട്ടില്ല. INTUC നേതാവ് BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലക്കെട്ട് തന്നെ. നിതിൻ ഗഡ്കരിയെ പരിചയപ്പെടുന്നതിനാണ്. അങ്ങനെയും ഒരു ചരിത്രം കോൺഗ്രസിനും RSSനും INTUCക്കൊക്കെ ഉണ്ടെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ ആദ്യം RSSനെ നിരോധിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് കോൺഗ്രസിനകത്ത് ഇനിയും RSSകാർ അവശേഷിക്കുന്നുണ്ടോ എന്ന് AICC അധ്യക്ഷൻ എന്ന നിലയിൽ പരിശോധിക്കുകയും അവരെ കണ്ടെത്തി പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മതിയാവും നിരോധനം. ബാബരി മസ്ജിദിൽ ശിലാന്യാസം നടത്താൻ വേണ്ടി വഴിയൊരുക്കുകയും അതിനുശേഷം ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയോ ചെയ്ത കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് മാറിയിട്ടുണ്ടോ? അല്ല, കോൺഗ്രസ് പറയുന്നു എന്ന് അതിന് പറയാൻ പറ്റില്ല. നേരത്തെ ബാജീംസ് പറഞ്ഞില്ല, അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത് തന്നെ മേരാ വൈയക്തിക് വിചാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വൈയക്തിക് വിചാറാണത്, അല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിലപാടല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മേരാ വൈയക്തിക് വിചാർ ഹേ എന്ന ഒരു ആമുഖത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം പറയാൻ പോകുന്ന ഈ കാര്യം RSS നിരോധിക്കേണ്ട സംഘടനയാണ്, അല്ലെങ്കിൽ RSSനെ നിരോധിക്കണം എന്നുള്ളത് അത് പൂർണ്ണാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ കർണാടകയിൽ ഈ ആവശ്യം കുറച്ചായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ മകന് കർണാടകയിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്നുള്ള പൂർണ്ണ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചില നേതാക്കളെങ്കിലും പ്രിയങ്ക ഖാർഗെയുടെ പ്രസ്താവനകൾ അസ്ഥാനത്തായിപ്പോയി, അത് അതിര് കവിഞ്ഞു പോയി എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് DK ശിവകുമാറാണ്. DK ശിവകുമാർ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നോക്കൂ, കർണാടക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2 ആഴ്ച ഏറ്റവും വലിയ വിവാദമാണ്. ശിവകുമാർ ഇതുവരേക്കും അത് സംബന്ധമായ ഒരു അക്ഷരം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒന്ന് മാറി എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇതിലൊരു വിഷയം എന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം ഇദ്ദേഹം ഇത് പറഞ്ഞതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ കാണാം. അത് വളരെ രസകരമായിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റാണ്. ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് ആണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം, പട്ടേലിൻ്റെ ജന്മദിനം. അപ്പം 2014 മുതൽ അത് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബലിദാനി ദിവസ് കൂടിയാണ്, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ഏകതാ ദിവസിൻ്റെ ഭാഗമായിട്ട്
നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നടന്ന ചടങ്ങിൽ നരേന്ദ്രമോദി പറയുകയാണ് എന്ത്, പട്ടേൽ ആയിരുന്നു ശരി, പട്ടേലിൻ്റെ ലെഗസി അതിനെ ശരിയാം വിധം കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടില്ല. അത് കശ്മീരിനെ മുൻനിർത്തിയൊക്കെയാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ പട്ടേലിൻ്റെ കഴിവുകൾ, പട്ടേലിൻ്റെ ലെഗസി അതിനെ മനസ്സിലാക്കാനോ അതിനെ ഉൾക്കൊള്ളാനോ അതിനെ രാഷ്ട്രത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാനോ സാധിക്കാത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ വിമർശനം. ആ വിമർശനത്തിനുള്ള മറുപടിയാണ് ഖർഗെ നൽകുന്നത്. അത് നല്ല മറുപടിയാണ്. പട്ടേലിൻ്റെ ലെഗസി എന്താണ്? പട്ടേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലെഗസി അദ്ദേഹം RSSനെ വിരോധിച്ചു എന്നുള്ളതാണ്. പട്ടേലിൻ്റെ ലെഗസി പിൻപറ്റുകയാണ് നമ്മൾ വേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ RSSനെ വിരോധിക്കുകയാണ് വേണ്ടത്. കാരണം 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. ഫെബ്രുവരി 4 നിരോധിക്കുന്നുണ്ട് RSSനെ. പട്ടേലാണ് നിരോധിക്കുന്നത്. അന്ന് അതേ ദിവസം അദ്ദേഹം ഒരു കത്തയക്കുന്നുണ്ട്. ശ്യാം പ്രസാദ് മുഖർജിക്കും MS ഗോൾവാൾക്കർക്കും കത്തയക്കുന്നുണ്ട് പട്ടേൽ. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ഇവന്മാർ മിഠായി വിതരണം ചെയ്തു. RSSകാർ അവർ ജുബിലൻ്റ് ആയിരുന്നു. അവർ മിഠായി വിതരണം ചെയ്തു. അത് അവരോടുള്ള എൻ്റെ രോഷത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നിരോധനം ഏർപ്പെടുത്തുകയില്ല, അവരുടെ പ്രവർത്തനങ്ങളെ നിരോധനം ഏർപ്പെടുത്തുകയല്ലാതെ വേറെന്താണ് വഴി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പട്ടേലിൻ്റെ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിവസ്, നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണ്? രാഷ്ട്രത്തെ ഏകീകരിച്ച ഒരാളാണ് പട്ടേൽ എന്നുള്ള ആൾക്കാണ്. RSSനെതിരെയുള്ള കോൺഗ്രസിൻ്റെ ആരോപണം എന്താണ്? രാഷ്ട്രത്തെ വിഘടിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെ ഈ പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം തന്നെ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഇതേ പട്ടേൽ അനുസ്മരണത്തിൽ ലക്നൗവിൽ അഖിലേഷ് യാദവ് ഇത് പറയുന്നുണ്ട്. എന്താണ്? ദേശീയ ഏകതയാണ് പട്ടേലിൻ്റെ സന്ദേശമെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം RSS സൃഷ്ടിക്കുന്ന ദേശീയ അനൈക്യമാണ്. അപ്പോൾ പട്ടേലിൻ്റെ പാരമ്പര്യം പട്ടേലിൻ്റെ പിന്തുടരുന്ന ആളുകൾ എന്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്? RSS സൃഷ്ടിക്കുന്ന ദേശീയ അനൈക്യത്തെയാണ്. അപ്പോൾ ആ നിലക്ക് മല്ലികാർജുൻ ഖർഗെ അത് ഫ്രെയിം ചെയ്തത് വളരെ പൊളിറ്റിക്കലായിട്ടാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പട്ടേലിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, പട്ടേലിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, മനസ്സിലാക്കുക പട്ടേലിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ RSSന് നിരോധിച്ച പാരമ്പര്യമാണ്. പട്ടേലിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പട്ടേലിൻ്റെ പാരമ്പര്യം ഈ രാജ്യത്തെ ഏകീകരിച്ച പാരമ്പര്യമാണ്. എന്ന് വെച്ചാൽ നാട്ടുരാജ്യങ്ങളെയെല്ലാം വിഘടിച്ച് നിന്ന് നാട്ടുരാജ്യങ്ങളെയെല്ലാം ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച് അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ ലോഹ് പുരുഷ് എന്ന ഖ്യാതി നേടിയ ആളാണ്. അയൺ മാൻ എന്ന് ഖ്യാതി നേടിയ ആളാണ്. RSS എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഏകീകരിക്കപ്പെട്ട ഇന്ത്യയെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, RSSകാർ അവരെപ്പോഴും സംസാരിക്കുന്നത് എന്താണ്? ദേശീയ ഐക്യം, ദേശീയ അഖണ്ഡത എന്നുള്ളതാണ്. ദേശീയ അഖണ്ഡതയെക്കുറിച്ചും ഏറ്റവും അധികം സംസാരിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? അവരുടെ പ്രവർത്തനത്തിലൂടെ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ്? ദേശീയ വിഘടനമാണ് സംഭവിക്കുന്നത്. ദേശീയമായ അനൈക്യമാണ് സംഭവിക്കുന്നത്. ഏതൊക്കെ നിലക്ക്? അത് രാഷ്ട്രീയമായി മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള വിഘടനം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ സമൂഹം, 20% വരുന്ന ആളുകൾ, മുസ്ലിങ്ങൾ, അവർ ദേശീയ ജീവിതത്തിൻ്റെ ഭാഗമല്ലാതാക്കുകയാണ്. നോക്കൂ, ആ വിഭാഗത്തിന് ഒരു MLA ഇല്ല, ഒരു MP ഇല്ല, ഒരു സ്ഥാനാർത്ഥിയില്ല, ഒരു മന്ത്രിയില്ല. അങ്ങനെ വേണ്ട. അങ്ങനെ ഇല്ലാതിരിക്കുന്നതാണ് അഭിമാനം, ഞങ്ങളുടെ ബലം, കരുത്ത് എന്നവർ വിചാരിക്കുന്നു. ദേശീയ മുഖ്യധാരയിൽ നിന്ന് ഈ നാട്ടിലെ ഒരു ജനത, ആരോ ആകട്ടെ, മുസ്ലിങ്ങൾ തന്നെ ആയിക്കോ, ഏതൊരു ജനവിഭാഗത്തെയും സമ്പൂർണ്ണമായി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദേശം, ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിർത്തികൾ മാത്രമല്ലല്ലോ. അതിർത്തി സുരക്ഷാസേന അവർ സൃഷ്ടിക്കുന്ന അതിലൂടെ ഉണ്ടാകുന്ന ഒരു കൃത്രിമമായ ഒരു ഐക്യബോധം മാത്രമല്ല, രാഷ്ട്രത്തിനകത്തുണ്ടാവേണ്ട ഐക്യബോധമുണ്ട്. സാംസ്കാരികമായ ഏകത, സാംസ്കാരികമായ ഐക്യബോധം. ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്, ഞങ്ങളും ദേശീയ മുഖ്യധാരയുടെ ഭാഗമാണ് എന്ന് അവർക്ക് തോന്നാവുന്നൊരു സ്ഥിതി ഉണ്ടാവേണ്ടത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ദേശീയ വിഘടനം സൃഷ്ടിക്കുന്നത്, അനൈക്യം സൃഷ്ടിക്കുന്നത്? അത് നിങ്ങളാണ്, അത് RSS ആണ്. അതാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പട്ടേലിൻ്റെ
പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും നിലക്ക് RSSന് അവകാശപ്പെടാവുന്ന ഒന്നല്ല. അത് RSSനെതിരായിട്ടാണ്. കൃത്യമായി പറഞ്ഞാൽ RSSനെ നിരോധിച്ച പാരമ്പര്യമാണ്. അതാണ് ഖഡ്ഗെ പറഞ്ഞത്. ഇനി ഇപ്പോൾ RSSനെ നിരോധിക്കുക എന്ന് പറയുന്നൊരു ആവശ്യം, അത് ഒന്നാമതൊരു സംഘടനയെ നിരോധിക്കുക എന്നുള്ളത് അപ്രായോഗികമുള്ള കാര്യമാണ്. സംഘടനയെ നിരോധിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. RSSനെ നിരോധിക്കുക എന്ന് പറയുന്നത് അത് അസംഭവ്യമായ സംഗതിയാണ്, അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഖഡ്ഗെക്ക് ഇത് പറയേണ്ടി വരുന്നൊരു കോണ്ടക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അജിംസനെ കുറിച്ച് പറഞ്ഞു. RSS ഇന്ത്യയിൽ വളർന്ന് വികസിച്ചത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ ഒരു അലസ സമീപനത്തിലൂടെ കൂടിയാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് മേര വൈയക്തിക് വിചാർ ഹേ എന്ന ആമുഖത്തോടു കൂടി ഇദ്ദേഹത്തിന് ഖഡ്ഗെക്ക് ഇത് പറയേണ്ടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പൊസിഷൻ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ കോൺഗ്രസ്സിലുണ്ട്. RSS ഇന്ത്യയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വളരെ കൃത്രിമമായ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ആ ഹിന്ദു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു അപരനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഒരു പൊതുശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് അത് വളരുന്നത്. ആ ഐഡൻറ്റിറ്റി ഫോർമേഷൻ രൂപീകരണത്തിലെ അതിനേറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു സംവരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. 1900 VP സിംഗിൻ്റെ ഗവൺമെൻറ് 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് വലിയ കലാപങ്ങൾ ഉണ്ടാകുന്ന ഉത്തരേന്ത്യൻ നഗരങ്ങളിലും. ഈ ആത്മാഹുതി ശ്രമങ്ങൾ, അതിനെല്ലാം ഈ ദേശീയ മാധ്യമങ്ങൾ ഭയങ്കര രാജീവ് ഗോസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വലിയ ഇത് കൊടുക്കുന്നു. അന്നാണ് ഈ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് അദ്വാനി രഥയാത്ര പ്രഖ്യാപിക്കുന്നത്. അതെന്താണ്? മണ്ഡലിനെ കമണ്ഡൽ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാവുന്ന ഏറ്റവും മാരകമായ പ്രഹരമാണ് മണ്ഡൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്, സംവരണത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ അവർ കൃത്രിമമായി സൃഷ്ടിച്ച ഈ ഏകതയെ അവരിലെ ബ്രാഹ്മണാധിപത്യം, പിന്നെ മഹാഭൂരിപക്ഷം വരുന്ന OBC വിഭാഗങ്ങളെ, SC/ST വിഭാഗങ്ങളെ, അവർക്കുമേൽ അവർ പുലർത്തുന്ന ഈ ആധിപത്യം, അതീശ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ആധിപത്യത്തിനേറ്റ വലിയ പ്രഹരമായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരുപക്ഷെ BJP ഇന്ത്യയിൽ നടത്തിയുള്ള ഏറ്റവും മാസീവായിട്ടുള്ള ഒരു പബ്ലിക് മൊബിലൈസേഷനാണ് ഈ പറയുന്ന രഥയാത്ര എന്ന് പറയുന്നത്, LK അഡ്വാനിയുടെ രഥയാത്ര. ആ രഥയാത്ര ഇങ്ങനെ പോകുന്നത് ബീഹാറിൽ സമസ്തിപൂരിലെത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. ലാലു പ്രസാദാണെന്ന് മുഖ്യമന്ത്രി. ബീഹാർ, ഉത്തർപ്രദേശ് ഒക്കെ ഭരിക്കുന്ന ജനതാളാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നു. ലാലു പ്രസാദ് അഡ്വാനി അറസ്റ്റ് ചെയ്യുന്നു. ഉടനെ എന്താ സംഭവിക്കുന്നത്? VP സിംഗ് ഗവൺമെൻറ് മൈനോറിറ്റി ഗവൺമെൻറ് ആയിരുന്നു. BJP പിന്തുണ പിൻവലിക്കുന്നു. BJP പിന്തുണ പിൻവലിക്കുന്ന ആ സന്ദർഭത്തിൽ എന്തിൻ്റെ പേരിലാണ് പിന്തുണ പിൻവലിക്കുന്നത്? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ. അന്ന് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് പാർലമെൻറ്റിൽ. നവംബർ 7 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് VP സിംഗ് ഗവൺമെൻറ്റിനെ നിലനിർത്താൻ സാധിക്കുമായിരുന്നു ആർക്കായിരുന്നു? കോൺഗ്രസ്സിനായിരുന്നു, രാജീവ് ഗാന്ധിക്കായിരുന്നു. അവരെ നിലപാട് സ്വീകരിച്ചില്ല. രാജീവ് ഗാന്ധി അന്നെന്താ പറഞ്ഞതെന്നറിയോ? ഈ പരിപാടി ഉണ്ടല്ലോ, രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുന്ന ഡിവിസീവ് പൊളിറ്റിക്സാണ് VP സിംഗ് സർക്കാർ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ ചെയ്യുന്നതാണ്. അതാര് പറയുന്നതാണ്? അതേ രാജീവ് ഗാന്ധിയുടെ മകൻ ഇന്നിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കണം, കാസ്റ്റ് സെൻസസ് നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ചരിത്രം ഒരു പിരിയൻ ഗോവണയാണ്. ഇന്ന് കാസ്റ്റ് സെൻസസിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങേര് രാജ്യത്തെ വിഘടിപ്പിക്കുകയാണെന്നുള്ളതാണ്. അത് വിചിത്രമായൊരു ചരിത്രം ഇങ്ങനെ പിരിയൻ ഗോവണിയായിട്ടിങ്ങനെ വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് BJPയുടെ ഇലക്ട്രൽ പെർഫോമൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷമാണ് അതിന് നോക്കൂ. VP സിംഗ് താഴെ വീഴുന്നു. കുറേ 4 മാസത്തേക്ക് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയാവുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. നരസിംഹറാവു പ്രധാനമന്ത്രിയാവുന്നു. പ്രതിപക്ഷ നേതാവായിട്ട് ആരാണ്? വാജ്പേയി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു. BJPയുടെ ഇലക്ട്രൽ പെർഫോമൻസ് നോക്കിക്കോ. അപ്പോൾ ഈ ചരിത്രത്തിൽ നിർണായകമായൊരു ഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ നോക്കൂ, VP സിംഗ് ഗവൺമെൻറ്റിനെ ഏതെങ്കിലും നിലക്ക് നിലനിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ
രാഷ്ട്രീയ സംഘടനാപരമായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് കോൺഗ്രസ് നിലനിർത്തേണ്ടതെന്ന് വെച്ചാൽ വേണ്ട. കാരണം പ്രത്യേകിച്ച് BP സിംഗ് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ആളാണ്, ബോഫോസ് അഴിമതിയും കാര്യങ്ങളൊക്കെ. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ എടുത്ത ചരിത്രപരമായൊരു മണ്ടത്തരം, അതാണ് ഇന്ത്യയിൽ BJP രാഷ്ട്രീയത്തിന്, RSS രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ പ്രവേഗ ശക്തി ഉണ്ടാക്കി കൊടുത്തത്. അതെന്താണ്? അത് ഈ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ്, ഇന്ത്യയിലെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്താണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധം എന്താണ് എന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. മണ്ഡലായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന OBC, SC, ST, ബഹുജൻ രാഷ്ട്രീയമായിരുന്നു BJPക്കെതിരെ, RSSനെതിരെ വെക്കാവുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത്. അതേറ്റവും ഗംഭീരമായി ഉപയോഗിക്കാവുന്ന ഒരു സന്ദർഭത്തിൽ അത് ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, അതിനെതിരെ നിൽക്കുന്ന ഈ കമണ്ടൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം മറ്റേത് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ആ ഘട്ടത്തിൽ RSS നിരോധനത്തെക്കുറിച്ച് പ്രിയങ്ക് ഖാർഗെയും മല്ലികാർജുൻ ഖാർഗെയും സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതിന് എന്താണ് അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് വെച്ചാൽ, നന്ന ചുരുങ്ങിയത് പുതിയ തലമുറ ഈ RSS നിരോധനം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നിരോധിക്കപ്പെട്ടൊരു പാർട്ടിയാണ്. മുമ്പ് 2 തവണ 3 തവണ നിരോധിക്കപ്പെട്ട ഒരു പാർട്ടിയുടെ ആളുകളാണ് ഇപ്പോൾ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ പുതിയ തലമുറ ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ ഇടവരുമെന്ന് മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. യെസ്, എന്തൊക്കെ പറഞ്ഞാലും മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ വളരെ പൊളിറ്റിക്കലായ പ്രസ്താവനകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഇപ്പോഴും അദ്ദേഹം അത് തുടരുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ ഉറച്ച പിന്തുണയുമുണ്ട്.